പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് പുളിയും അതുപോലെ ഇഞ്ചി, പച്ചമുളക്, ചുമന്ന മുളക്, കരിവേപ്പില, ശർക്കര ഉരുക്കിയത് പുളിവെള്ളത്തിലിടണം കേട്ടോ. പിന്നെ നമുക്ക് മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായമൊക്കെ ആവശ്യമുണ്ട്. കടുക് താളിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. കരിവേപ്പില, അതുപോലെ തന്നെ ചുമന്ന മുളക്, പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റുക. പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് ചുമന്ന മുളക് ഇട്ടാൽ മതിയേ. അതെല്ലാം വഴറ്റി കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റണം. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇഞ്ചി ആഡ് ചെയ്ത് നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റണം. അതിനുശേഷം നമുക്ക് മുളക് പൊടി 1-2 സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർത്തിട്ട് ഇളക്കണം. അതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക. ഇനി നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ആഡ് ചെയ്യാം. പുളിയും പിന്നെ നമ്മുടെ ശർക്കരയും കൂടെ ഒരു മാച്ച് ചെയ്ത് പുളിയുടെയും ശർക്കരയുടെയും ഒരു ടേസ്റ്റ് വരണം. ഓക്കെ, അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഞാൻ പുളി നന്നായിട്ട് അങ്ങ് ചേർത്ത് പുളിവെള്ളം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കും. അതുപോലെ തന്നെ കായപ്പൊടി, ഉലുവാപ്പൊടിയും ഓരോ സ്പൂണാണ് ചേർക്കുന്നത് നമ്മളെ. അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അങ്ങോട്ട് ചേർക്കും. ഞാൻ 1 ഗ്ലാസ്സാണ് ചേർത്തത്. അത് നന്നായിട്ട് കുറച്ച് ഇളക്കി കഴിയുമ്പോൾ ഇച്ചിരി കുറുകി വരും. പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോഴത്തേക്കും നമ്മളുടെ പുളിയിഞ്ചി നല്ല റെഡി ആയിട്ടിരിക്കും.